അഞ്ചാമത്തെ ക്ലാസ്സാണ്, 5th ക്ലാസ്സാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പഠിച്ച ഭാഗങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. Of course, we have to enter into the next portion. Ask the parties to the contract. Ask to the parties what are the types of contract. It is our analysis. Ask to the parties, contract can be bilateral contract or unilateral contract. Very simple. A contract with two parties is called a bilateral contract. A contract having two parties is called a bilateral contract. What is unilateral contract? A contract where one of the parties has performed his obligation, where the other has to perform his obligation. മനസ്സിലായില്ല? ഒരു കോൺട്രാക്റ്റിൽ രണ്ടു പേരുള്ളതിൽ ഒരാൾ ചെയ്യാൻ ബാധ്യസ്ഥമായതെന്തോ ആ ചുമതല അയാൾ ചെയ്തു. ഇനി അപ്പോൾ അടുത്തയാൾ ചെയ്യാനുള്ളത് ചെയ്യാനിരിക്കുകയാണ്. അതാണ് യൂണിലാറ്ററൽ. ഒന്നുകൂടി പറയാം. A contract with two parties is called a bilateral contract. ഇനി അവിടെ പഠിക്കേണ്ട വേറൊരു പോയിന്റ് കൂടിയുണ്ട്, അതുകൂടി ഞാൻ ചേർത്ത് പറയാം. A contract with two parties is called bilateral contract. And a contract with more than two parties, 3 or more, നമുക്ക് അങ്ങനെ പറയാം, is called multilateral. A contract with two parties is called a bilateral contract, and a contract with more than two parties is called a multilateral contract. Hence, all valid contracts are either bilateral or multilateral. അതുകൊണ്ട് എല്ലാ വാലിഡ് കോൺട്രാക്റ്റുകളും ഒന്നുകിൽ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആകണം, അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ കോൺട്രാക്റ്റ് ആകണം. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഇനി യൂണിലാറ്ററൽ കോൺട്രാക്ട് നമ്മളിവിടെ പറയാം. രണ്ട് പേരുള്ള കോൺട്രാക്ട് ബൈലാറ്ററൽ, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടിലാറ്ററൽ. അപ്പൊ സ്വാഭാവികമായിട്ടും യൂണിലാറ്ററൽ എന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരുന്നത് ഒരാളുള്ള കോൺട്രാക്ട് എന്ന് വന്നേക്കാം. പക്ഷെ അതല്ല. അതെന്താ നമ്മൾ പറയാ? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ സിംഗിൾ പേഴ്സൺ ടു മേക്ക് എ കോൺട്രാക്ട്? കോൺട്രാക്ട് ഈസ് ദ ഔട്ട്കം ഓഫ് മ്യൂച്വൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ധാരണകളുടെ എഗ്രിമെന്റിന്റെ റിസൾട്ട് ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ എങ്ങനെയാ ഒരാള് അയാളോട് തന്നെ കോൺട്രാക്ട് വയ്ക്കുക? അപ്പൊ അതല്ല. എന്നാൽ എന്താ ഇപ്പൊ സംഗതി? ഒരു കോൺട്രാക്റ്റിലുള്ള കക്ഷികളിൽ, രണ്ട് കക്ഷികളിൽ ഒരു കക്ഷി ചെയ്യാനുള്ളത് ചെയ്തു, അവരും ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല. ഇത്രയുള്ള കാര്യം. എ കോൺട്രാക്ട് വേർ വൺ ഓഫ് ദ പാർട്ടീസ് ഹാസ് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ വെറാസ് ദി അതർ ഹാസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് കാൾഡ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. അപ്പൊ അതും തീർന്നു. സിമ്പിൾ ആയതൊക്കെ. ഇനി വാട്ട് ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്? എ കോൺട്രാക്ട് വേർ എയ്തർ പാർട്ടി ഓർ both the parties have performed their obligation is called executed contract. That is, nothing remains to be done. ഇനി ഒന്നും ചെയ്യാനില്ല. രണ്ടു കൂട്ടരും ചെയ്യാൻ ബാധ്യസ്ഥമായ ചുമതല എന്തോ രണ്ടു കൂട്ടരും ചെയ്തു തീർന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? എക്സിക്യൂട്ടഡ് എന്ന് പറയാം. ഇനി ഇല്ല ചെയ്യാൻ. ഇതൊക്കെ സിമ്പിളാണ്. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ വേർ ദ ഒബ്ലിഗേഷൻ ഓഫ് ദ പാർട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ഫ്യൂച്ചർ. കോൺട്രാക്റ്റിലുള്ള കക്ഷികളുടെ ചുമതലകൾ ചെയ്ത് തീർക്കുവാൻ ബാധ്യസ്ഥമായിരിക്കുന്നു, അവർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ പറയാം ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നൊക്കെ പറയാൻ പറ്റില്ലേ? നമ്മളിപ്പോ ഇന്നൊരു എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്, ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ പൈസ തരുന്നു, നീ അതിന്റെ പെർഫോമൻസ് ചെയ്യുന്നു എങ്കിൽ അതിനെ നമുക്ക് പഠിക്കേണ്ട എക്സിക്യൂട്ടറി ടു ബി കംപ്ലീറ്റഡ് ഇൻ ഫ്യൂച്ചർ. എക്സിക്യൂട്ടഡ് മീൻസ് കംപ്ലീറ്റഡ്, എക്സിക്യൂട്ടറി മീൻസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ ഫ്യൂച്ചർ. ഒരു കോൺട്രാക്റ്റിൽ രണ്ടു കൂട്ടരും ചെയ്യുവാൻ ബാധ്യസ്ഥമായ ചുമതല അപ്പൊ തന്നെ ചെയ്തു തീർത്താൽ അത് എക്സിക്യൂട്ടഡ്. Executed means completed. So executed contract is a contract where the obligation of the parties is executed or completed or performed. Means nothing to be done. ഒന്നും ചെയ്യാനില്ല, തീർന്നു. അപ്പൊ എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാലോ, both the parties to the contract have to perform their obligation in future. ഭാവിയിൽ ചെയ്യാനിരിക്കുക. അതുകൊണ്ടാണ് അതിന് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് നമ്മൾ പറയുന്നത്. അതും തീർന്നു. അപ്പൊ തീർന്നു. ഈ ഭാഗങ്ങൾ വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ആസ്റ്റ് ദ പാർട്ടീസും ആസ്റ്റ് ദ പെർഫോമൻസും സിമ്പിളാണ്. പക്ഷെ ഇനി നമുക്ക് പഠിക്കേണ്ടത്, അപ്പൊ ഞാൻ ഇത്രയും ഭാഗങ്ങൾ മാറ്റി ചെയ്യാം. ദ വാലിഡ് കോൺട്രാക്ട്, സെക്ഷൻ 10. ആസ് പെർ സെക്ഷൻ 10, an agreement, very important definition, is a
valid contract if it is made with the free consent of the parties, free consent of the parties competent to contract for a lawful object with a lawful consideration and not hereby expressly declared as void. ഇതാണ് നമ്മുടെ പോയിന്റ് as to void. അപ്പോൾ നോക്കിയേ, as per section 10 an agreement is a valid contract if it is with the made with the okay if it is with the free consent of the parties made here if it is with the free consent of the parties free consent പൂർണ്ണമായ മനസ്സ് സമ്മതം free consent of the parties competent to contract യോഗ്യരായിരിക്കണം കോൺട്രാക്റ്റിൽ for a lawful object ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് ആ കോൺട്രാക്ടിന്റെ ലക്ഷ്യം അതിന് നിയമസാധുതയുള്ളതായി വിത്ത് ലോഫുൾ നിയമസാധുത ഉണ്ടായിരിക്കണം പ്രതിഫലത്തിന് ഞാൻ ഒരു വസ്തു വാങ്ങുമ്പോൾ തിരികെ കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയും ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വസ്തുവിന് തിരികെ കിട്ടേണ്ടത് എൻ്റെ അവകാശമാകുന്നു അതിന് നമുക്ക് പ്രതിഫലം അഥവാ കൺസിഡറേഷൻ ക്വിഡ് പ്രോക്കോ എന്നൊക്കെ പറയണം ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ലെറ്റർ very important portion as far as our law is concerned. Anyway, with the free consent of the parties competent to contract for a lawful object with a lawful consideration and not hereby expressly declared as void. പ്രത്യക്ഷത്തിൽ void ആണെന്ന് പറയരുത്, കാണുന്ന മാത്രയിൽ void ആണെന്ന് പറയരുത്. ഈ പറയുന്നതിനകത്തുള്ള 5 പോയിന്റുകളുണ്ട്. ഇതെല്ലാം നമുക്ക് സവിസ്തരം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇതെല്ലാം നമുക്ക് വിശദമായി പഠിക്കേണ്ടതാണ്. ഫ്രീ കൺസെന്റ് പഠിക്കേണ്ടതാണ്, കോമ്പീറ്റൻസി പഠിക്കേണ്ടതാണ്, ലോഫുൾ ഒബ്ജക്റ്റ് പഠിക്കേണ്ടതാണ്. ലോഫുൾ ഒബ്ജക്റ്റ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഇല്ല. ഫ്രീ കൺസെന്റ് ലോഫുൾ കൺസിഡറേഷൻ ഡീറ്റെയിൽഡ് ആണ്. നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് അത് ഡീറ്റെയിൽഡ് അല്ല. അപ്പൊ 3 ഡീറ്റെയിൽഡ് സ്റ്റഡി ഇതിനകത്തുണ്ട്. അപ്പൊ ഒന്നുകൂടി നിർവചനം പഠിക്കാൻ നമുക്ക് ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് for a lawful consideration with a free consent of the parties competent to contract for a lawful object with a lawful consideration and not hereby expressly declared as void. Clear ആയോ? അപ്പോൾ നിർവചനം ഇതേപോലെയാണ്. ഒന്നുകൂടി പറയാം. As per section 10 വളരെ പ്രധാനപ്പെട്ടതാണ്. As per section 10 an agreement is a valid contract. കണ്ടോ? Valid contract if it is with the free consent of the parties competent to contract for a lawful object with a lawful consideration and not hereby expressly declared as void. ഇതാണ് section 10. 10 വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ വാലിഡ് കോൺട്രാക്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പഠിക്കുന്നത്? അവിടെ കൊടുത്തിട്ടുണ്ട് വോയിഡ്. ഇതെങ്ങനെ പഠിക്കണം? 5 പോയിന്റ് ഉണ്ട്. വാലിഡ്, വോയിഡ്, വോയിഡബിൾ, അൺഎൻഫോഴ്സിബിൾ, ഇല്ലീഗൽ. വാലിഡ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ്. വോയിഡ് എന്ന് പറയുമ്പോൾ അതിനുമുണ്ട് സെക്ഷൻ. പക്ഷെ നമ്മളിവിടെ പറഞ്ഞ പോലെ 10 അല്ല, 2 കയറണം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ J. An agreement not enforceable by law is a void contract. വാലിഡ് നമ്മൾ കോൺട്രാക്ട് സെക്ഷൻ 2H പറഞ്ഞില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. An agreement not enforceable by law is a void contract. That's all. An agreement not enforceable by in a section നോക്കിയേ, section 2 subsection J. An agreement not enforceable by law is a void contract. അടുത്ത നോക്കിയേ, voidable contract. Voidable means other section 2 subsection
I. Section 2 subsection I. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസി കോൺട്രാക്ട് നമ്മൾ പറഞ്ഞതുപോലെ ക്വസി കോൺട്രാക്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വോയിഡബിൾ കോൺട്രാക്ട്. ഈ വാലിഡ് കോൺട്രാക്റ്റിന്റെ സെക്ഷൻ 10 പഠിച്ച കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു എസ്സേ ആയിട്ട് വരുന്നതാണ് എന്നത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതിന്റെ സെക്ഷൻ 10 ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വോയിഡബിൾ കോൺട്രാക്ട്. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ ലെറ്റ് us study what is voidable contract. It is a mixer of two elements, valid and void. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഖരവുമല്ല ദ്രാവകവുമല്ല എന്ന് പറയുന്നത് പോലെ ഒരു സമ്പ്രദായമാണ് നമ്മൾ വോയിഡബിൾ എന്ന് പറഞ്ഞാൽ. കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. ഞാൻ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് എൻ്റെ ഭാഗത്ത് ശരിയെന്നേ ഞാൻ പറയൂ. ഒരു കോൺട്രാക്റ്റിൽ ഒരു തർക്കമുണ്ടാക്കിയാൽ തർക്കമുണ്ടായ രണ്ടു പേരും പറയും ആ കോൺട്രാക്ട് അവരുടെ ഭാഗത്ത് ന്യായമാണെന്ന്. അങ്ങനെ തർക്കമുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ന്യായമാണെന്ന് രണ്ടു കൂട്ടരും രണ്ടു ഭാരുടെ ഭാഗത്തു നിന്നും ന്യായമാണ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ നമ്മൾ തർക്കം എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. അങ്ങനെ വരുന്നതാണ് വോയിഡബിൾ കോൺട്രാക്ട്. എന്റെ കാഴ്ചപ്പാടിൽ വാലിഡ് ആണെന്ന് ഞാൻ പറയുന്ന കോൺട്രാക്ട് നിന്റെ കാഴ്ചപ്പാടിൽ നീ പറയുന്നു അതിന് നിയമസാധുതയില്ല. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ഈസ് വാലിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. But the same contract, same agreement is void at the option of the other party. So when I say it is a valid contract, he is not accepting, he is denying that the contract is void. So there comes a dispute. On such a condition, we will file or seek the help of a court of law. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കോടതിയുടെ സഹായം തേടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റിൽ പറയുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നിർവചനം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ആസ് പെർ സെക്ഷൻ 2 subsection I, an agreement which is valid അല്ല valid at the option, OPTION, option means അഭിപ്രായം, കാഴ്ചപ്പാട്, at the option of one party or parties thereof, and the same is void at the option of other or others is a voidable contract. Okay, നിർവചനം. Very important definition as per section 2 subsection I of Indian Contract Act 1872. An agreement which is valid at the option of one party. ഇയാൾ പറയുന്നു കോൺട്രാക്ട് വാലിഡ് ആണ്. This person says this contract is not valid. So A പറയുന്നു വാലിഡ് ആണ്, B പറയുന്നു void ആണ്. So when an agreement which is valid at the option of one party and the same is void at the option of the other party, ഇതാണ് നമ്മൾ പറയുന്ന രണ്ട് കാര്യം. ലാംഗ്വേജ് നോക്കിയേ. An agreement which is valid at the option of one party or parties thereof. ഈ parties thereof എന്ന് ചേർത്തിരിക്കുന്ന രണ്ട് കൺഫ്യൂസ്ഡ് ആണ്ട. ഒരു കോൺട്രാക്റ്റിൽ ഒരു വശത്ത് ഒരാളോ ഒന്നിലധികം ആൾക്കാരോ ഉണ്ടാകാം. അതായത് ഞാനും എൻ്റെ കൂട്ടരും ചേർന്നിട്ട് നിന്നോട് കോൺട്രാക്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഞാനൊരാള് നീയും നിന്റെ കൂട്ടത്തിലുള്ളവരുമായിട്ട് കോൺട്രാക്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടരും കൂടി നീയും നിന്റെ കൂട്ടരുമായിട്ട് കോൺട്രാക്ട് വയ്ക്കാം. അത്രയേ ഉള്ളൂ കാര്യം. അതാണ് പാർട്ടീസ് thereof. അതല്ലാതെ അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. An agreement which is valid at the option of one party or parties thereof and the same. Which one? Agreement. ഏതൊരു എഗ്രിമെന്റ് ആണോ ആ എഗ്രിമെന്റിനെ കുറിച്ചാണ് പറയുന്നത്.
and the same is void at the option of other or others. A voidable contract or voidable agreement. Contract എന്ന് പറയുന്നത് അത്ര ശരിയല്ല, എന്നാലും നമ്മൾ അങ്ങനെ പറയുക. കാണാതെ പഠിക്കും. An agreement which is valid at the option of one party or parties thereof. An agreement which is valid at the option of one party or parties thereof. Option means അഭിപ്രായം, കാഴ്ചപ്പാട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു കൂട്ടരുടെ രണ്ട് വിഭാഗക്കാരാണല്ലോ, അതിൽ ഒരു വിഭാഗത്തിലെ ആൾക്കാർ പറയുന്നു ഈ എഗ്രിമെന്റ് വാലിഡ് ആണ് എന്ന്. എന്നാൽ അതേ എഗ്രിമെന്റ് തന്നെ അവരൻ പറയാണ് വോയിഡ് ആണ് എന്ന്. റെസ്റ്റോറൻറ്റിലെ കാര്യം പറഞ്ഞു, റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കഴിച്ചു, ഫുഡ് മോശമാണെന്ന് നീ പറഞ്ഞു, ബട്ട് ദ റെസ്റ്റോറൻറ്റ് മാൻ വിൽ സേ ഇറ്റ് ഈസ് ഗുഡ്, അത് നല്ലതാണെന്ന് അയാൾ പറയുള്ളൂ. അപ്പൊ തർക്കായി. അപ്പൊ ഒരേ സാധനത്തെ കുറിച്ച് രണ്ട് കാഴ്ചപ്പാട് വന്നു. സോ ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് വാലിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ഓർ പാർട്ടീസ് thereof and the same is void at the option of other or others is called a voidable contracts. വോയിഡബിൾ എഗ്രിമെന്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും കേട്ടോ, രണ്ടും ഒന്ന് തന്നെ. എന്താണ് നമ്മളിവിടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞതിന്റെ കാര്യം? എന്താണ് ഇവിടെ വോയിഡ് ആയത്, എന്താണ് ഇവിടെ വോയിഡബിൾ ആയത്? അത് കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നേ ഉള്ളൂ. ഒരു ചെറിയ ഫിലോസഫി നമുക്ക് പറയാം. ചീഞ്ഞ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാങ്ങയല്ല, അത് ഉപയോഗമില്ലാത്ത സാധനം. ചീഞ്ഞ മുട്ട, അത് മുട്ടയല്ലത്. പിന്നെ എന്തായിരുന്നു? ഒരിക്കൽ അത് മുട്ടയായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കൽ അത് മാങ്ങയായിരുന്നു. ഇപ്പൊ അത് ഉപയോഗശൂന്യമാണെങ്കിൽ അതിന് മുട്ടയെന്നും പറയാൻ പാടില്ല, മാങ്ങയെന്നും പറയാൻ പാടില്ല. അപ്പൊ മുട്ട, ചീഞ്ഞ മുട്ട എന്ന് തന്നെ പറയണം. ചീഞ്ഞ മുട്ട സമം മുട്ടയല്ല, പാഴ്വസ്തു. അപ്പൊ ചീഞ്ഞ മുട്ട നോട്ട് ഈക്വൽസ് ടു മുട്ട. ഓക്കെ അല്ലേ? an orange or a mango which is not usable, it cannot be set mango, but നമുക്ക് പറയണം its history, its prior stage it was mango. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതായി. അടുത്തത് voidable അതാണ്. ഇനി unenforceable. An agreement which is not enforceable at law is a unenforceable contract. An agreement not enforceable, നിയമസാധുതയില്ല എങ്കിൽ അത് void ആണെന്ന് പറയുന്നില്ല, നിയമസാധുതയില്ല, നമുക്കത് ശരിയാക്കാം. ഉദാഹരണത്തിന് ഒപ്പിട്ടില്ല അല്ലെങ്കിൽ സ്റ്റാമ്പ് പതിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് സ്റ്റാമ്പ് പതിപ്പിച്ചാൽ അതിനെ നിയമസാധുതയാക്കാം. അതിനെയാണ് അൺഎൻഫോഴ്സ്. ഇപ്പൊ സ്റ്റാമ്പ് ഇല്ലാത്തതുകൊണ്ട്, ഒപ്പുവയ്ക്കാത്തതുകൊണ്ട്, ഡേറ്റ് ഇടാത്തതുകൊണ്ട് നിയമസാധുത ഇല്ലാതെ പോയി. പക്ഷെ ഇപ്പൊ നമുക്കത് ഡേറ്റ് വയ്ക്കാം, ഇപ്പൊ നമുക്ക് അതിന്റെ ഒപ്പിടാം, അത് വാലിഡ് ആകും. അടുത്തതോ ഇല്ലീഗൽ. Illegal means an agreement made against the law is an illegal contract. An agreement made against the law is an illegal contract. ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ അതിന് നമ്മൾ ഇല്ലീഗൽ കോൺട്രാക്ട് എന്നാണ് പറയുക. ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ച്, സ്മഗ്ലിംഗ് ഈസ് ദ എക്സാമ്പിൾ. ഇതാണ് നമുക്ക് ഈ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത്. സോ താങ്ക് യു ഫോർ ലിസണിംഗ് ദ ക്ലാസ് ആൻഡ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ഫോർ ദ previous classes, and thank you very much for listening to the class.